നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഇപ്പം നിങ്ങളുടെ കുട്ടികൾ ഒരു കാരണവും ഇല്ലാതെ നിങ്ങളിങ്ങനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അതായത് വെറുതെ ഇങ്ങനെ തല്ലിയാണ്. പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തല്ലിക്കൊണ്ടൊക്കെ ഇരിക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്തൊരു ഏജ്, അതായത് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല. ആ ഒരു ഏജിൽ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വന്നു, ഉറക്കം വന്നു, വിശക്കുന്നുണ്ടെന്നൊക്കെ പറയാനായിട്ട് അവർ തല്ലിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ ശ്രദ്ധ നേടാനായിട്ട്. തല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ചീത്ത പറയും, അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയും, അവിടെയുള്ള ആളുകളൊക്കെ എന്നെ നോക്കും. അപ്പം അങ്ങനെ ഒരു ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടും കുട്ടികൾ ചിലപ്പോൾ തല്ലി എന്ന് വരാം. അതുപോലെ തന്നെ അവർക്ക് സന്തോഷം വരുന്ന സമയത്ത്, ദേഷ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്കൊരു ആവേശം കൂടുന്ന സമയത്തും അവർ ചിലപ്പോൾ തല്ലി എന്നൊക്കെ വരാം. പിന്നെ മറ്റൊരു കാരണമാണ് പരീക്ഷിക്കാനായിട്ട്. ഞാൻ തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അങ്ങനെ കണ്ടിട്ട് കുട്ടികൾ തല്ലാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെ കണ്ടിട്ട്, ഇപ്പോൾ മറ്റുള്ളവർ തല്ലുന്നത് കണ്ട്, ഇപ്പോൾ മുതിർന്നവരായിക്കോട്ടെ ചെറിയുള്ളവരായിക്കോട്ടെ, അവർ തല്ലുന്നത് കണ്ട് അങ്ങനെ ഒന്ന് അനുകരിക്കാൻ വേണ്ടിയിട്ടും അവർ തല്ലാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ടും കുട്ടികൾ ഇങ്ങനെ തല്ലി നോക്കുന്നത്. ഈ ഒരു സമയത്ത് പാരൻസ് ആയിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ആദ്യമായിട്ട് ശാന്തമായിട്ട് പറയാം, അടിക്കരുത്, അല്ലെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ വേദന എടുക്കും എന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് തുടങ്ങുക. ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാവില്ല, നമ്മൾ ട്രെയിൻ ചെയ്ത് വരണം. അതുപോലെ തന്നെ അവരോട് പറയും, ഇപ്പോൾ ദേഷ്യം കൊണ്ടാണ് കുട്ടി അടിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവരോട് പറയണം, ദേഷ്യം വരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയുക, ദേഷ്യം വരുന്നു എനിക്കെന്ന്. അപ്പോൾ അവർ അടിക്കാനായിട്ട് തുടങ്ങുന്നത് കുറച്ച് അവർ വാക്കിലൂടെ അത് പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാതാപിതാക്കളായിട്ടുള്ള നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ എത്രത്തോളം ശാന്തമായിട്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നു അത്രത്തോളം അവരുടെ വികാരങ്ങൾ അവർ അടിയിലൂടെയല്ല വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സോ എല്ലാവർക്കും ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. സ്റ്റേ ഹെൽത്തി.